எல்லாருக்கும் இனிய ஓணம் நல்வாழ்த்துக்கள். இந்த ஓணம் உங்கள் வீட்டில் சந்தோஷமும் அன்பும் செழிப்பும் நிறைய கொண்டு வரட்டும். ஹாப்பி ஓணம். ചേട്ടനെ കണ്ടിട്ട് എന്തോ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്, അതാ ഈ മീറ്റിംഗ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അളയെ കുറച്ച് സീനായിരുന്നു. ലവ്ലി മേഡം ആദ്യം അടുക്കുന്നുണ്ടായിരുന്നില്ല. ക്യാമ്പസിൽ കയറി അലമുണ്ടാക്കിയാൽ ആ കുട്ടനും ഗ്യാങ്ങിനും എതിരെ കംപ്ലൈന്റ് നമ്മുടെ മാനേജ്മെന്റ് മൂവി. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു ശബ്ദം പൊങ്ങിയാൽ ഡെഫിനറ്റ്ലി ഫെസ്റ്റ് കോൾ ഓഫ്. ഇവന്മാര് പിരിക്കാൻ പോയിട്ട് ഒറ്റ കടയിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. എടാ അതിനാ കുട്ടനും ഗ്യാങ് എല്ലായിടത്തും കയറി പറഞ്ഞേക്കണം നമുക്ക് പിരിവ് കൊടുക്കണ്ടാന്നാ. മോനെ സാംകുട്ടി, എന്തോ ഒരു കാറ്റടിക്കുന്നുണ്ട്. ക്യാമ്പസിലെ കാര്യം ഞങ്ങൾ നോക്കിയോളാം ചേട്ടാ. ബാക്ക് ഗേറ്റിലും വോളണ്ടിയേഴ്സിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്ങനെ പോകുമ്പോൾ ഐസ്ക്രീം കേട്ടോ. ശരിയാ. അളിയ ക്യാമ്പസിൽ മാത്രമല്ല, FM ലാബിന്റെ അവിടെയും പാർക്കിങ്ങിന്റെ അവിടെ ആളെ നടത്തണം. എല്ലായിടത്തും ഒരു കണ്ണ് വേണം. അതുകൊണ്ട് വേറെ ഒന്ന് കള്ളുകൂടി പരിപാടിക്കുന്ന ആരും നിൽക്കാൻ നിൽക്കണ്ട. ചേട്ടാ വിചാരിക്കാൻ അത്ര ഈസി അല്ല. അങ്ങനെ ശരിക്കും ഓജി ടെററാണ്. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പരിപാടി? മുട്ടത്തറന്ന് കുറച്ച് ടീംസിനെ ഇറക്കിയിട്ടുണ്ട്. ഫ്ലാഷ് മധു, കട്ടപ്പസൂരി, രണ്ടും കുട്ടൻ അടവത്ത ചേകോമാർ. എനിക്ക് എൻ്റെ ഈ ക്രൈസിസ് ഞാൻ മാനേജ് ചെയ്തോളാം. നീ തന്നെ മാനേജ് ചെയ്താൽ മതി. വിനീത് ശ്രീനിവാസം വന്ന് ഒരലമ്പുണ്ടാവരുത്. ഇത് മിക്സ് അല്ലേ? വേണ്ടി വരും. നാളെ ചേട്ടൻ വരുന്ന കാര്യം എന്തായി? ഒന്നും ഫൈനലായിട്ടില്ല. ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഹലോ സീക്രട്ട്. ആ അതെ, ആരാ അത്? ഞാൻ മെറിന്റെ ഫാദർ വിൽസൺ. എവിടെയാ? നാട്ടിലുണ്ടോ ഇപ്പം? ഞാൻ തൂത്തുക്കുടിയാ. ഇവിടെ ജോലി ഇപ്പോൾ. ആ അല്ല, വേറെ ഒന്നുമില്ല. കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ പ്രാവശ്യം ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം മെറിൻ്റെ അന്നത്തെ മാഗസിൻ അത് പ്രകാശനം ചെയ്യുന്നുണ്ടെന്ന് പിള്ളേർ വിളിച്ചു പറഞ്ഞു. അതിനെനിക്ക് ജോസഫ് കൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഇവിടെ സൈറ്റിൽ വേറെ ആളില്ല ഇപ്പോൾ. ജോസഫ് എന്തായാലും വരണം. അത്രയ്ക്ക് ഇഷ്ടാ ചേട്ടന്? പിന്നെ ചേട്ടൻ പൊളിയല്ലേ. നമ്മളെല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ചില നല്ലവന്മാരായിട്ടുള്ള ഉണ്ണികളെ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉടായ്പുണ്ടാവും. പക്ഷെ ഇത് അതുപോലൊന്നുമല്ല. അകത്തും പുറത്തും ശരിക്കും നല്ലവനായിട്ടുള്ള ഒരു ഉണ്ണിയാണ്. വോഡ്കയാ വേണോ? അപ്പം ചേട്ടൻ, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഞങ്ങളെ വിട്ടുപോയത്. ഓ എടോ സോറി, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു? അല്ല, അമ്മ ലിറ്ററലി ഞങ്ങളെ വിട്ട് വേറൊരാളോടെ പോയി. അതിൻ്റെ കാരണമൊന്നും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ചാച്ചി നല്ല ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു പണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ലോജിക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അമ്മ പോയതിന് ശേഷം ചാച്ചൻ്റെ പണി നൈസായിട്ടൊന്ന് പാടി. അന്ന് സത്യം പറഞ്ഞ 11 വയസ്സുണ്ടായിരുന്ന ചേട്ടനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. വീട്ടിൽ മൊത്തത്തിലൊരു ബാലൻസ് കൊണ്ടുവന്നു ചേട്ടൻ. ചാച്ചൻ പിന്നെ അന്ന് മുതൽ നല്ല അച്ഛനാവാനുള്ള എഫേർട്ട് എടുക്കുന്ന പണിയിലായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ 3 ആണുങ്ങളായിരുന്നെങ്കിലും വീട് ഹാപ്പിയായിരുന്നു. പക്ഷെ ചേട്ടൻ പോയതിന് ശേഷം ഒരു സുഖമില്ലെന്ന്. ഒരുമാതിരി കേന്ദ്ര സർക്കാരിൻ്റെ ആഡ് പോലെ ഈ കാര്യങ്ങൾ. ഞാൻ പിന്നെ പണ്ടേ ഒരു സ്പോയിൽഡ് ബ്രാറ്റായിരുന്നു ചാച്ചൻ. എന്തായാലും ചേട്ടൻ ഈ ഫെസ്റ്റിനൊക്കെ വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഓണമാവുമായിരിക്കും. Do you need a hug? അല്ലെങ്കിൽ സ്വാതി കരയണോ? ഞാനിപ്പോ എന്തിനാ കരയണേ? സ്വാതി എന്നെ പോലെ കരയാറില്ലല്ലേ? എല്ലാം ഓക്കെ ആവൂടോ, പരിപാടി അടിപൊളിയായിരിക്കും. ചേട്ടന് നാളെ വരും. അപ്പോൾ ആൾ ഓക്കെ അല്ലേ?
പണ്ടത്തെ പോലെ ഇപ്പൊ മസിലൊന്നും ഇല്ലല്ലോ. ഒരു മോട്ടിവേഷൻ ഇല്ല. ആരെ കാണിക്കാനാ? നാളെ വിനീത് ശ്രീനിവാസൻ എപ്പോഴാ വരുന്നത്? വിനീതേട്ടൻ രാവിലെ 8 മണിയുടെ ഫ്ലൈറ്റ്. എനിക്കിവിടെ ഒരു കോളേജ് ഷോ ഉണ്ട്. നീ എന്താ ഇവിടെ? ഒരു അവാർഡ് ഫംഗ്ഷൻ. യൂണിവേഴ്സൽ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഇവിടെ ഒരു ബിരിയാണി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കുള്ള ബിരിയാണി ഞാൻ തരാം. നീ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നീ അവാർഡ് കൊടുക്കാൻ അല്ലടാ ശരിക്കും. എടേ നേരം കുറേ ആയല്ലേ എവിടെ? ശരിയാണ്. അയക്ക വിനീതേട്ടൻ്റെ ഫ്ലൈറ്റ് ഇതുവരെ വന്നില്ല. വിനീതേട്ടൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചല്ലോ. അല്ല നിങ്ങളെവിടെ? ആണോ? ഞങ്ങളിത് ഡൊമസ്റ്റിക്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഡൊമസ്റ്റിക്കില്ല, ഡൊമസ്റ്റിക്കല്ല, ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ. ഓക്കെ ഓക്കെ ഇന്റർനാഷണൽ. എടാ എയർപോർട്ടിന്റെ മറ്റേ സൈഡ് ഇന്റർനാഷണൽ. ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. പുള്ളി എന്തിനാ അവിടെ പോയി ഇറങ്ങിയത്? ഇവിടെ അല്ലേ ഡൊമസ്റ്റിക്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇതൊരു വിനീത് ശ്രീനിവാസൻ വിനീതല്ല നമ്മൾ പോകുന്നത്. വിനീതേട്ടനെ കണ്ടത് സാങ്കുട്ടി വിനീതേട്ടനെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? പിക്ക് ചെയ്താ? ചേട്ടനെ ഒന്ന് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തേക്കെ. ഓക്കെ ആണോ? വിനീതേട്ടനെ ഓൾറെഡി പിക്ക് ചെയ്തെന്ന്. പിക്ക് ചെയ്താ? ആര്? നിങ്ങൾ കോളേജ് പ്രൊഫസേഴ്സ് ആയിരിക്കും അല്ലേ? അതെ അതെ. ഇത് പ്രൊഫസർ സുഭാഷ് പോൾ. ഞാൻ മാണിക് പാഷ. I think Kuttan Gunda was driving the car. ഏതാ ബ്രാഞ്ച്? മെക്കാനിക്കല? മെക്കാനിക്കൽ. ഞാൻ ബ്രേക്കിംഗ് ക്ലച്ചും, അണ്ണൻ സുഭാഷ് സാർ കാർബേറ്ററും വാൽവും. ഞങ്ങൾ ഓയിൽ ചേഞ്ച്. ராமகதை. ஐயோ യേശുദാസ് என்ன பண்ணாங்க இந்த பாட்டு பாட முடியாது. அவ்வளோ கஷ்டம் அது. ഫാൻസ് തുടങ്ങിയിട്ടുണ്ട്. ചവിട്ടി വിട്ടു. ബോർഡ് കാട്ട വേണ്ടി തന്നെ. കുട്ടികൾ ഉറങ്ങി. കിഡ്നാപ്പീഡാ ഇനോവ തന്നെ ബോട്ട്. നമ്മുടെ സ്റ്റേ എവിടെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിവിടെ ഗോവിന്ദ ടൂറിസ്റ്റ് ഹോം. AC ആണ്. പാട്ട് വണ്ടി മാറി. പോലീസിനെ വിളിക്കും. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞാൻ ആക്ടർ ഡയറക്ടർ വിനീത് ശ്രീനിവാസനാണ്. പറയൂ സാർ. സാർ SI ആണോ? അതെ. എന്താ സാറിന്റെ പേര്? മണിച്ചൻ. സാർ നല്ലൊരു SI ആണ് സാർ. പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സാർ ഒരു അഭിമാനമാണ് സാർ. ഓക്കെ. താനൊക്കെ എന്താണ് വിചാരിച്ചത്? ഞങ്ങളങ്ങ് കിഡ്നാപ്പ് ചെയ്യാന്നോ? ഇവന്റെ കാര്യം പോട്ടെ. ഞാൻ ആരാണെന്നറിയോ? കേരളം കത്തും. നീ കേരളാടാ. ഞാൻ കുട്ടൻ, തോട്ടക്കുട്ടൻ എന്ന് പറയും. എന്റെ അവസാനത്തെ തോട്ട കേസ് ഉണ്ടാവുന്നത് ഒരു കല്യാണത്തിന് പപ്പടം കെട്ടാത്തതിന്റെ പേരിലാണ്. കലവറ പൊളന്നുകളഞ്ഞ
ടെമ്പർ പോയി കഴിഞ്ഞാൽ സിനിമാക്കാരനെന്നാ ബഹിരാജ സഞ്ചാരിയെന്നാ ഞാൻ നോക്കിയൊന്നുമില്ല. കിഡ്നാപ്പിംഗ് ആണ്, നല്ല സത്യമുള്ള കിഡ്നാപ്പിംഗ്. ഞാൻ സാംകുട്ടി, ആരോൺ ബസിന്റെ കൺവീനറാണ്. ബ്രേക്ക് പോയ ട്രക്ക് പോലെ ലെക്കില്ലാതെ വരികയാണ് ഞാൻ. റോട്ടിൽ നെഞ്ചും പിടിച്ചേക്കണം മണ്ടന്മാരുടെ ട്രക്ക് മാറി വന്നു. സാങ്കുട്ടാ, ഞാൻ കോളേജിലേക്ക് വരാടാ, വൈകിട്ടെത്തും. മാമലശ്ശേരിക്കാവ് തൃക്കൊടിയേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യം വിനീത് ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്തത്. ജേക്കബിന്റെ സ്വർഗരാജ്യം പുള്ളി പരിചയപ്പെടാൻ വേണ്ടി ഒരാളെ ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും അല്ലേ? പിന്നെ പുള്ളി ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ. അല്ല എന്താ സാറേ കാര്യം? അല്ല ഒന്നുമില്ല, നമ്മൾ ഇവിടെ വന്നു. യുവന്മാരെന്തോ പുതിയ ഏണിയും കൊണ്ടുള്ള വരവാണോ? സർ, ആ നിങ്ങളായിരുന്നു സർ, വിനീത് ശ്രീനിവാസനെ തട്ടിക്കൊണ്ടുപോയി. സർ, വിനീത് ശ്രീനിവാസൻ ഞങ്ങളുടെ കോളേജിൽ പാടാൻ വരായിരിക്കായിരുന്നു. അയാൾ തട്ടിക്കൊണ്ടുപോയി. ആര്? ഗാനകൊണ്ട കുട്ടൻ. അതെങ്കിലും വിനീത് ശ്രീനിവാസൻ ഇപ്പൊ എന്നെ വിളിച്ചതുള്ളൂ. സത്യം, ഞാൻ നമ്പർ സൈബർ സെല്ലിൽ കൺഫേം ചെയ്ത്. അല്ല സാറേ, പക്ഷെ മാമലശ്ശേരിക്കാവിലെ ഇന്ന് വിനീത് ശ്രീനിവാസന്റെ പരിപാടി ഉണ്ടെന്ന് കേട്ടു. അവിടെ നിങ്ങൾ പുള്ളിയുടെ പേയ്മെന്റ് ഒന്നും സെറ്റിൽ ചെയ്ത് കാണത്തില്ല. അല്ല, പുള്ളി വേറെ പരിപാടി ഒന്നും പിടിക്കത്തില്ല. പുള്ളി അങ്ങനത്തെ ആളല്ല, എനിക്കറിയാം. എന്റെ പൊന്നു സാറ്, ശരിക്കും വിനീത് ശ്രീനിവാസൻ അയാൾ തട്ടിക്കൊണ്ടുപോയി. ഹലോ സാർ, ഞാൻ സാറ് നേരത്തെ പരിചയപ്പെടാൻ വിളിച്ച SI മണിച്ചൻ, മറ്റേ നല്ല SI. സാർ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. സാറ് മാമലശ്ശേരി കാവിൽ ഇന്ന് പാടുന്നുണ്ടല്ലേ? അതെ 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 അതെ. സാർ ഇപ്പൊ കോളേജിൽ ഇന്ന് പാടുന്നില്ലല്ലോ? ഇല്ല ഇല്ല, കോളേജിൽ പാടുന്നില്ല. സാറേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. സാർ, ഞാൻ വളരെ പേഴ്സണൽ ആയിട്ടൊരു സ്ഥലത്തുള്ള. സോറി സാറേ, പേഴ്സണൽ. ഓക്കെ. അങ്ങേര് ഫാമിലി ആയിട്ട് പേഴ്സണൽ ആയിട്ടൊരു സ്ഥലത്തിരിക്കാം. അല്ലേലും ആദ്യത്തെ ഇറങ്ങി കോൾ എടുക്കുന്ന ആളെങ്ങനെയാ കിഡ്നാപ്പ് ആകുന്നത്? ഓരോ നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞ കേട്ടല്ലോ. പുള്ളി വേറെ സ്ഥലത്താ പാടുന്നത്. പോക്കോ ഇത് നല്ല പേര് വാങ്ങിട്ട് കേട്ട വാങ്ങിട്ട് നമുക്ക് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? ഇപ്പൊ தெரியுதுடா இது போறது വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ? രാഗം മനസ്സിലായ? ഭീംബിലാസി. താനൊരു മണ്ടനാണോ മിസ്റ്റർ? What the hell? I've never seen such a bunch of dumbheads in my life. അമ്മ പോതുപോ. നിന്റെ അക്കച്ചി ഷോ. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല, നീ വെറും ബോണസ്. ഓർമ്മയുണ്ടോ പണ്ട് സ്റ്റാർ സിംഗറിന്റെ തുടക്കത്തിൽ മണ്ണാമൂല കരയോഗ ഹാളിൽ വെച്ച് നടന്ന ഓപ്പൺ സെലക്ഷനിൽ ഞാൻ ഒരു പാട്ട് പാടി. കുഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ. അതിന്റെ അടുത്ത വരിയില് നോവിൻ മൗനം നിറയുമ്പോഴും എന്ന് പാടാൻ ശ്രുതി പിടിച്ച് ഞാൻ കൈ മുകളിലോട്ട് വെച്ചപ്പോ നീ എന്തിനു പറഞ്ഞു? മോളിൽ കൂടെ പ്ലെയിൻ വല്ലതും പോണം. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാണ് നീ ഇങ്ങനെ ചുരുള തോട്ടറിയാം 2 ദിവസം സ്കെച്ച് വിട്ടേണ്. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് കലയറല്ലേ പോട്ട്. എടാ 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 ഭഗവതി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് നീ റൗണ്ട് അബൌട്ട് ഇറങ്ങി എന്റെ അടുത്ത് തന്നെ വന്നത് കേട്ടാ. ഇന്ന് ഇവിടെ ഞാൻ ഒരു പരിപാടി നടത്താൻ പോവുകയാണ്. അവിടെ ഞാൻ ഇപ്പൊ പാടിയ പാട്ട് ഇങ്ങനെ എന്റെ കൂടെ സ്റ്റേജിൽ പാടും. ആ വരിക കൈയോടെ വായിച്ചു. നീ ഹാർമോണി പെട്ടിയും വായിക്കും സ്റ്റേജിൽ. മര്യാദ റെയിൽവേ സ്റ്റേഷനില ബസ് സ്റ്റാൻഡില എവിടെ വേണോ ഇവിടെ. ഗൂഗിൾ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. മിസ്റ്റർ കുട്ടൻ,
அவர் தானே மியூசிக் டைரக்டர் போட்டோ வச்சிருக்காங்க பத்தியா இந்த பாட்டு வச்சு ராமகதை. Why you saying sorry? It's a good comedy. See, Mr. Kuttan. He charges 10 lakhs for a show. Actually, കൂടുതലാണ്. തന്റെ ഉണ്ടോ? നീ എവിടെ കയറി പോണ്? ഒരു പൊടിക്ക് അടങ്ങ്. പോവാൻ നേരത്തെ 4 ടിന്റെ പ്രസാദം തന്നുവിടും. Oh my God. അതുകൊണ്ട് നേർച്ചയാണെന്ന് വിചാരിച്ച് കാക്കൂന്ന് പാടി ദേവിയെ പറ്റിച്ച് സ്ഥലം വിടാന്ന് വിചാരിക്കണ്ട. ഉഗ്ര കോപിയാണ്. അണ്ണനെ കാട്ടി. ഓക്കെ, കാശിന്റെ കാര്യം പോട്ടെ. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൗണ്ട് റിക്വയർമെന്റ്സ് ഉണ്ടാവില്ല. ഷുവർ ആക്സിഡന്റിന്റെ മൈക്ക്, ക്വാണ്ടം 330 കൺസോള്, ഇന്നിയർ മോണിറ്റേഴ്സ്, സെനൈസറിന്റെ ഇന്നിയർ മോണിറ്റേഴ്സ്, പിന്നെ DNBയുടെ PA സിസ്റ്റം, സൈഡ് ഫിൽസ്, ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. എടാ അതിനല്ലേ മുരുകാ സൗണ്ട്. ആരാ മോനെ? ശ്രീനിവാസന്റെ മോൻ. ഇന്റർവ്യൂ കൊടുക്കുന്ന പയ്യനാണ്. ஆமால அவன் தான் வாய் விட்டு இருப்பால. അതൊക്കെ പോട്ടെ. അഭിപ്രായം പരിപാടി നിങ്ങൾ അറിഞ്ഞോളൂ. അതല്ല, ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഒരു സ്പീക്കറാണ്. നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണ്ടേ? അതെന്തിന്? നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണമല്ലോ. നിങ്ങൾ പറഞ്ഞ എന്തിനാ കഴിഞ്ഞ പോലെ നിങ്ങൾ നാട്ടുകാരിക്കണം. കേട്ടാലേ ശരിക്കും പാടാൻ പറ്റുള്ളൂ. നോക്കി പാടി ശരിയാവൂലേ? എടോ ഫീഡ്ബാക്ക് പോലും അറിയാത്ത താനൊക്കെ എവിടത്തെ സിംഗറാണോ? അതല്ലേ പാട്ടാണോ? അതെ. പേടിക്കണം. വീണും തോന്നുന്നു. സത്യോ? ഇപ്പൊ സമയം 11 മണി. ഒരു 2 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തും വന്ന് എത്ര പാട്ട് വേണമെങ്കിലും ഞാൻ പാടാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ല. 2 മണിക്ക് അന്നദാന സമയം, 8 മണിക്ക് ഗാനവേള. 8 മണി അത് മാറൂല. 8 മണി പറ്റൂല. എനിക്ക് ഒരു കോളേജിൽ ഒരു കോൺസെർട്ട് ഉണ്ട് ഇവിടെ അടുത്ത്. ECT കോളേജല്ലേ? അവിടെ പരിപാടി ഒന്നുമില്ല. ലോക്കൽ അലുമ്പുണ്ടാക്കി. കുട്ടാ, നിങ്ങൾ വലിയൊരു ഇഷ്യൂലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വിടുന്ന നിമിഷം നിങ്ങൾ പോലീസ് നോക്കൂ. സിനിമയിൽ മാത്രമല്ല നീയൊക്കെ പോലീസിനെ കണ്ടിട്ടുണ്ട്. അത് വിട്. നീ പറഞ്ഞ സാമാനം ഞാൻ കൊണ്ടുവരും. കുട്ടാ, ഞാൻ സെറ്റ് ചെയ്ത പാട്ടെങ്ങാനും പാടാതെ കുരുട്ടുബുദ്ധി കാണിച്ച് സ്കൂട്ടാവാനോ വലിയാനോ നോക്കിയാ ഇല്ല, ചിലപ്പോ നീ എറണാകുളത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്റ്റേജിലെ തോട്ടം വന്ന് വീണ. എന്തോ കളെ അമ്മ വിളിക്കുന്നു. ഓർത്തു വെച്ചോ. கத்தி வாங்கி போயிட்ட போதா அது கொலை காணலாம் பொழுது ஸ்டார்ட் ஆகும். എന്താണ് ഉദ്ദേശം? ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കില്ല. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുള്ളിയെ തിരിച്ചുകൊണ്ടാക്കും. ആ ചെറുക്കം പോയെങ്കിൽ നിങ്ങൾ ഒറ്റക്കേറി പാടണമായിരുന്നു. അതിനിപ്പോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ ഇനി ചരട് കെട്ടുന്നില്ലേ? നീ ചുമ്മാ റേസാവിയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നേ. അങ്ങനെയൊന്നുമല്ലല്ലോ. സെമി ചേച്ചിയുടെ മോൾ അവിടെ പഠിക്കുന്നത്. അവള് പറഞ്ഞല്ലോ വിനീത് ശ്രീനിവാസന്റെ പരിപാടി അവിടെ നടക്കാൻ പോണേന്ന്. നിങ്ങൾക്ക് ഇതിന്റെ വെയിറ്റ് മനസ്സിലാവാത്തോണ്ടാണ്. നിങ്ങളായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ പോലീസിനെ വിളിച്ചു പറയും. ഹെവൻലി വോയിസ് പേരുണ്ട്. ആ പാവപ്പെട്ട വടിയൊക്കെ തബല പഠിക്കാൻ വരെ പൊയ്ക്കൊണ്ടിരുന്നല്ലേ. അപ്പൊ യവന്മാരെല്ലാം കൂടെ വന്ന് എന്റെ ഗാനമേള കുളവാക്കി. കുട്ടിക്കൂറ ചെയ്തതിന്റെ കാര്യം അങ്ങനെ ഇപ്പൊ അവന്മാര് സുഖമായിട്ട് പരിപാടി നടത്തണ്ട. പോലീസ് വരെ ഈ വിളിക്ക് എന്തൊരു വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അത് ഈ പരിപാടി കഴിച്ചിട്ടേ നടക്കും. എല്ലാം അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ അൻപേശത്തിലെ കമലഹാസൻ എന്റെ നെഞ്ചിലൊരു തോട്ട എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെ പാട്ടുകൊണ്ടേ അത് അണയും. മക്കളെ, ഇന്നച്ഛന്റെ പാട്ടുണ്ട് കേട്ടാ, വിനീത് ശ്രീനിവാസന്റെ കൂടെ. കറക്റ്റാ ബാലൻസ്ഡ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവരോടൊക്കെ ഉള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ അപ്പോഴെങ്കിലും രാത്രിയാവും. അല്ലെങ്കിൽ പരിപാടി ഫുൾ ഓൺ ആണെന്ന മൂഡിൽ ഇവരെ ഡീൽ ചെയ്യുക. രണ്ടായാലും ഡിസിഷൻ. ഹോട്ടലിലാണ് ഇപ്പൊ വരും. സാങ്കുട്ടി, പക്ഷെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നല്ലോ. എന്ത് പറ്റി?
വിനീതട്ടം കുളിച്ചോണ്ടിരിക്കായിരിക്കും. കുളിക്കുമ്പോ എങ്ങനെ ഫോൺ എടുക്കുക? കുളിക്കല്ലേ. പക്ഷെ പുള്ളിക്കാരൻ സൗണ്ട് ചെക്ക് നേരം ഇങ്ങോട്ട് വരുന്നാണല്ലോ പറഞ്ഞത്. സൗണ്ട് അല്ലേ? സൗണ്ട് പുള്ളി വീട്ടിൽ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പൊ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിയുടെ സൗണ്ട് നമ്മൾ കേട്ടു. നമ്മൾ സിനിമയെ കേൾക്കുന്ന പോലെ തന്നെ അതേ സൗണ്ട്, നല്ല കിളിനാദം പോലത്തെ സൗണ്ട്, നല്ല സൗണ്ടാ. സത്യ സ്വാതിക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? എനിക്കെന്താ ടെൻഷൻ? ആരും ടെൻഷൻ അടിക്കരുത്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എല്ലാവരോടും ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയൂ. ഒരു ലൈഫല്ലേ ഉള്ളൂ, 1 ലൈഫ്. പിന്നെ സാങ്കുട്ടി, ഇത് ഫൈനലൈസ് ചെയ്യാൻ ഒന്ന് നോക്കിയിട്ട് പറയൂ. ഏതായിരുന്നു ഫസ്റ്റ്? അരുൺ. അപ്പൊ നീ എല്ലാം ബാക്കി ഡീൽ ചെയ്യുമല്ലോ. அண்ணே யாரு நான் பாண்டிச்சேரி இன்ஜினியரிங் காலேஜ்ல இருந்து வரேன். வினிதனோட பெர்ஃபார்மன்ஸ் பார்க்கிறதுக்காக அங்க இருந்து இங்க வரை டிராவல் பண்ணி வந்திருக்கோம். அப்படியா? பிரமாதம் பிரமாதம். இவங்க எல்லாம் யாரு? இவங்கலாம் என்னோட பிரதர்ஸ். இதோ இவரு இருக்காரே, இவருக்கு இன்னைக்கு பொண்ணு பார்க்கறதா இருந்துச்சு. அதை கேன்சல் பண்ணிட்டு இன்னைக்கு வினிதனோட பெர்ஃபார்மன்ஸை பார்த்துட்டா பாடு வந்திருக்கோம். நாங்கெல்லாம் வினித் சேட்டாவோட தீவிரமான ஃபேன்ஸ். அவரோட பரிப்படியை பார்த்துட்டு தான் போவோம். பரிப்படியா? യാത്രയൊക്കെ ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം. കൺവീനർ സാങ്കുട്ടിക്ക് വേണ്ടി വീണ്ടും ഒരു ആരാധകൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ സോങ് ആണ്. അവൻ പண்றതാവും. മണ്ടറേക്കിൽ എവിടെ? Guys, let's give it up for contestant number 106. He has finished in 3 minutes and 35 seconds. எல்லாரும் வந்து பண்ணலாம்ங்க. 80,000 பைசா. മോളെ ഒരു എൻട്രി കൂടെ ഉണ്ട്. And now we have test number 107. Give him a big round of applause. Participant name? He has finished in 2 minutes and 52 seconds. Now we have test number 108. I joined at a key setting with the lowest time of 2 minutes and 43 seconds. He will receive a cash prize of 80,000 rupees sponsored by South Indian Bank. വിന്നറല്ലേ മക്കളെ, രണ്ടു വാക്ക് സംസാരിക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗുരുക്കന്മാരെ, മറ്റു വേണ്ടപ്പെട്ടവരെ, എൻ്റെ പേര് കുട്ടൻ. തൊട്ടടുത്തുള്ള മാമലശ്ശേരിക്കാവ് തൃക്കൊടിയേറ്റ മഹോത്സവത്തിന്റെ സംഘാടകനാണ്. അവിടെ ഉത്സവം നടക്കുന്ന വിവരം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഉത്സവത്തിന്റെ ഭാഗമായി നമ്മളൊരു കുഞ്ഞു കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട്. ആ പരിപാടിക്ക് നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ക്ഷണിക്കാമെന്നാണ്. ഇതെന്റെ രണ്ടാമത്തെ വരവാണ് ഇങ്ങോട്ട്. എന്തരാണെന്നറിയില്ല, ഈ കോളേജിനോട് എന്തോ ഒരാത്മബന്ധം. അപ്പോ ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക് അമ്പല മൈതാനത്ത് വെച്ച് വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ഒരു അത്യുഗ്രൻ ഗാനമേള. ഒപ്പം ഈ എളിയ കലാകാരനും ഉണ്ടാവും. പക്ഷെ പരിപാടിക്ക് എല്ലാവർക്കും വരാൻ കേട്ടോ, ക്ലാസ് ഒന്നും വേണ്ട. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഫീഡ്ബാക്ക് സ്പീക്കറൊക്കെ ഉണ്ട്. നമ്മുടെ പരിപാടിക്കുണ്ടായ ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നികത്തി തന്ന BCT കോളേജിനോട് എന്റെ പ്രത്യേക നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടേ അനിയ, താങ്ക്സ് ഉണ്ട് കേട്ടാ. അപ്പോ എല്ലാവരുടെയും സിരകളിൽ സംഗീതവും. ഹോട്ടലൊക്കെ ഞാൻ വിളിച്ചാൽ വിനീത് ശ്രീനിവാസൻ ഒന്നും അവിടെ എത്തിയിട്ടില്ല. നന്ദി, നമോ അമ്മേ. സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്. கல்ச்சரல்ஸ்க்கு வந்து வினித் ஸ்ரீனிவாசனே தூக்கிட்டானுங்க. இதுல கேஷ் பிரைஸையும் தூக்கிட்டானுங்க. പറഞ്ഞാലും കാര്യമുണ്ട്. ആ കുട്ട എന്തോ കളിക്കണുണ്ട് കേട്ടോ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ കോളേജിൽ സാറേ. ഹലോ, എടാ വിവി. എടാ ഈ സാംകുട്ടി മൊത്തം പരിപാടി കൊളാക്കിണ്ട് കേട്ടോ. വിനീത് ശ്രീനിവാസൻ ഇവിടെ പാടാൻ പോണില്ല. അടിച്ചവന്റെ എല്ലൂരം തീർക്കടാ അവനെ. ഇനി അവന്റെ തല പോങ്ങരുത്. ജസ്റ്റ് ബീ ദ ഷിറ്റ് ഔട്ട് ഓഫ് ഹിം. പൊന്നസ് പോംബോയ്.
എടാ നീ ഇവിടെ വെറുതെ കലിപ്പിലൊരൊന്ന് അടിച്ച് പൊട്ടിക്കല്ലേട്ടാ. ഹലോ ഹലോ കൺട്രോൾ മാൻ. ഇവന്റെ ഒരു കാര്യം പോലീസിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. അതൊക്കെ കൺവിൻസ് ചെയ്യാം, പക്ഷെ ഇവിടുത്തെ കാര്യം എന്ത് ചെയ്യും? എടാ സാമുട്ടി, നീ എല്ലാരും പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കണം. നീ എവിടെ വിനീത് ശ്രീനിവാസൻ? സാമുട്ടി, നീ പൈസ മുക്കിയത് എങ്ങോട്ടാണെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും. എന്തൊരു തേപ്പടാ. പരിപാടി ഒന്നുമില്ല, പോവാ. നിനക്ക് നമ്മുടെ അടുത്തെങ്കിലും ഒന്ന് പറയായിരുന്നു. ചേട്ടാ സോറി. ഇല്ല ചേട്ടാ, കുഴപ്പമില്ല. വാ. വിനീതാട്ടം ഫ്രഷായി കഴിഞ്ഞു. ഇങ്ങനൊരു കഥാപാത്രം തന്നെ സാങ്കത്തി സമ്മതിച്ചു. അതൊക്കെ വൺ ടീം അങ്ങനല്ലേ? ഞാൻ നിന്നെയും വിശ്വസിച്ച് എൻ്റെ പപ്പേനെ ഇൻവോൾവ് ആക്കിയപ്പോൾ ഞാൻ എൻ്റെ പപ്പേനോട് എന്താ പറയാ സാം? ഞാൻ എൻ്റെ മിനിമം ആ ഒരു ജെന്യൂനിറ്റിയും കമ്മിറ്റ്മെൻറ്റും എക്സ്പെക്ട് ചെയ്തു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് കുട്ടികളെ അല്ല എന്ന്. എന്തിനാണ് ഈ പ്രഷറൊക്കെ തലക്കെട്ടി വെച്ചിട്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്? It's not heroic, it's foolish. You've just made yourself a joker. And all of us here too. ഈ ബൻസാലിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് നോട്ടുണ്ടോ? വരുന്നേ. ഓ ജീപ്പ് ചെയ്തിട്ടുണ്ടേ. നീ ഫെസ്റ്റ് ആയതുകൊണ്ട് വന്നോ? നിനക്ക് സുഖമാണോ? மச்சான் மாப்பிள்ளன்றாங்க உங்களுக்கு பார்த்தோன்னே. என் தம்பி தான் மச்சான். പല കേസുകൾ ഇതുമാതിരി സാൾവ് ആയിருக்கு. നമ്മുടെ ആരോഹൺ ഫെസ്റ്റിന്റെ ലോഗോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ലോഗോ ഡിസൈൻ ചെയ്തത് പഴയ ആരോഹൺ ഫെസ്റ്റിന്റെ കൺവീനർ ജോസഫ് ആണ്. അപ്പോ ആളുടെ പഴയ ഒരു ഓഡിയോ ബൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് കേട്ടു നോക്കാം. ആരോഹൺ ഫെസ്റ്റിന് ഒരുപാട് ലോഗോകൾ ആലോചിച്ചു. ഈ തീമിലേക്ക് ഫിക്സ് ചെയ്തു. ഇതിൽ ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുന്ന പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു പക്ഷിയുടെ സ്റ്റോറി പോലെ തന്നെയാണ്. ആ പക്ഷിക്ക് പറക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് സേഫായി അവിടെ ആ ചില്ലയുടെ മുകളിൽ തന്നെ. നമുക്കെന്നാ വീട്ടിലേക്ക് പോവാം. എനിക്ക് ഒരു ദിവസം ആ ചില്ല ഒടിയേണ്ടി വന്നു ആ പക്ഷിക്ക് പറക്കാൻ. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആരോഹണം. ചാങ്കുട്ട എന്തായാലും കാശ് പറ്റിക്കില്ല എന്നുള്ള കാര്യം എന്നെക്കാളും നന്നായിട്ട് ചാച്ചനറിയാം. അതല്ലടാ ഞാൻ പറഞ്ഞു, ചാച്ചന് ഇപ്പോഴും ആവലാതിയാണ്. ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളെ വളർത്തിയത് ശരിയായിട്ടല്ലേ എന്നൊക്കെ ആലോചിക്കുന്നത്. ഞങ്ങളുടെ പേരിൻ്റെ പുറകിലുള്ള ഉമ്മ ഞങ്ങളുടെ ജീവിതത്തിലും ഉടനീളം ഉണ്ടായിട്ടുണ്ട് ചാച്ചൻ. സോ സേഫ് സോണിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇതാണ് ആരോഹണത്തെ തീം. ഭയങ്കര ക്ലീശിയ മോട്ടിവേഷൻ ആണെന്നറിയാം. പക്ഷെ ഇതിലെൻ്റെ ഫേവറേറ്റ് പാട്ട് ഒഴിഞ്ഞു വീണിട്ടില്ല. ഈ പക്ഷിക്ക് താങ്ങാവെന്ന് വിചാരിച്ചില്ല ഒരു മൊമെന്റിൽ നിലത്ത് വീഴുക. പിന്നെ ചാങ്കുട്ടൻ്റെ കാര്യം, അവൻ എന്നെക്കാളൊക്കെ മിടുക്കനാ ചാച്ചൻ. പിന്നീട് ആളുകൾ ശവിച്ചു വീഴ്ച പോയിട്ടുണ്ടാവാം, പൊട്ടിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ ആ പറന്നുപോയ പക്ഷി ലോകമൊക്കെ ചുറ്റി പറന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കൂടുണ്ടാക്കാനായിട്ടെങ്കിലും ഈ ചില്ല അതിനെ സഹായിക്കും. അപ്പോൾ ഒന്നിന്റെ അവസാനമല്ല എത്ര വീണത് ആര് ചവിട്ടി വെച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് പറയാവുന്നത്. ഓക്കെ, സാവുചേട്ടൻ പറയുന്ന പോലെ അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. അവൻ ഈ പരിപാടി അടിപൊളിയായിട്ടാണ്. கூட ஆக முடியாது. காமெடி பண்றோம். ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ നുണ പറഞ്ഞതിന് സോറി. പക്ഷേ ഈ പരിപാടി നടത്തുന്ന കാര്യത്തിൽ 1% പോലും ജെന്യൂനിറ്റി കുറവ് ഞാൻ കാണിച്ചിട്ടില്ല. കളിതമാശയായിട്ട് എടുത്തിട്ടുമില്ല. നീ നേരത്തെ പറഞ്ഞ പോലെ ആരെയും പ്രൂവ് ചെയ്യാനൊന്നുമല്ല. ഒരാളുടെ മുഖത്ത് ചിരി കാണാൻ വേണ്ടിയിട്ടായി കഷ്ടപ്പെടുന്നതൊക്കെ. നിനക്കതറിയാലോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിൻ്റെ അടുത്ത് പറയാതിരുന്നിട്ടുണ്ട്. എനിക്കിതിനെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്.
ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് നീ എന്നെക്കാളും വലിയ ലീഗിലുള്ള ആളാണെന്നൊക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു മറുപടി എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞൊന്നുമല്ല, ഇപ്പോഴൊരു ധൈര്യം വന്നത്. പിന്നെ ഞാൻ കാരണം നിനക്ക് ഇടി കിട്ടില്ല. ഈ പരിപാടി എന്തായാലും നടക്കും. தப்பு தப்பா பாடுங்கிறாங்க லிரிக்ஸ் இங்க அதான் சொல்லிட்டு ராகம் ராகம் இப்படி வந்தாரு அவரு ஷானு. ഏതൊരു തേർഡ് റേറ്റ് പരിപാടിയാണെന്ന് ചേട്ടൻ നന്നായിട്ട് അറിയാലോ. ഒരുപാട് കയ്യും കാലും പിടിച്ച് ഇറന്നിട്ടാണ് ഈ ഫെസ്റ്റിന് സാങ്ഷൻ കിട്ടിയത്. അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ തോട്ടക്കൊട്ടനല്ല, സാക്ഷാൽ തോറാണെന്ന് പറഞ്ഞു ഞാൻ വിനീത് ശ്രീനിവാസൻ ഈ കോളേജിൽ കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തും. കഷ്ടപ്പാടിന്റെ കണക്ക് നീ എന്റെ അടുത്ത് പറയില്ല, എത്തൂല. എന്റെ അമ്മയ്ക്കും പൊടിക്കും പൊണ്ടാട്ടിക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് എന്റെ അരങ്ങേറ്റമാണ് നീയൊക്കെ കൂടി ഈ പരുവത്തിലാക്കിയത്. പിന്നെ ഞാൻ പഴയ കിടിലാണെന്ന് വിജയൊക്കെ ഫ്രണ്ടിൽ കിടന്ന് ഭാഷ കളിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, സമയവും ഇല്ല. നീയൊക്കെ കൂടെ പറഞ്ഞെന്നെ വില്ലനാക്കുമായിരിക്കും. പക്ഷെ അനിയ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. അതിന് പടം തീർന്നിട്ടില്ലല്ലോ ചേട്ടാ. അപ്പൊ നീ തുടങ്ങടേ, തീർത്തോളാം കേട്ടാ. അപ്പൊ ചേട്ടൻ തീർക്ക്, എന്നിട്ട് അറിയിക്കും. ശരിക്കും എന്താ പ്ലാൻ? എന്നാലും ആരടേ ഈ സാക്ഷാൽ തോറ്? അവനായിരുന്നാലും വരട്ടെ, നമുക്ക് നോക്കാം. ഞാൻ പറയണ നമ്പറിലോട്ട് വിളി. ബിസ്മി ഹോട്ടൽ. കുട്ടാ എവിടെ പോണു? എന്തു പറ്റി സാറേ? വിനീത് ശ്രീനിവാസൻ എവിടെ? പുള്ളി ഒന്ന് കാണുമായിരുന്നല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഇല്ല. വേറൊന്നുമല്ല, പുള്ളി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. കണ്ടിട്ട് നമ്മൾ പൊക്കോളാം. സാറേ പുള്ളി വരണേ ഉള്ളൂ. സാറേ ഞാൻ ഒന്ന് കയറി നോക്കാം. സാർ സാറേ അവിടെ പ്രാക്ടീസ് നടക്കുകയാണെന്ന്, പുള്ളി എത്തിയിട്ടില്ല. കയറി നോക്കട്ടെ. സാറേ എങ്ങനെ ബിസ്മി ഹോട്ടലിൽ മട്ടൻ കഴിക്കാൻ പോയിരിക്കുകയാണ്. ആ പുള്ളിയാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും സാറേ. കണ്ട, ഞാൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയായിരുന്നു. ബിസ്മിയിലല്ലേ? ബിസ്മി ഹോട്ടലല്ലേ? നിയമ SI ആണേ. വിനീത് ശ്രീനിവാസൻ അവിടെ വന്നിട്ടുണ്ടോ? പുള്ളി കുറച്ച് മുന്നേ വിളിച്ചായിരുന്നു, ഒരു ടേബിൾ റിസർവ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഡേ സജി, ഞാൻ പറഞ്ഞില്ലേ സാറേ ആദ്യം, ഞാൻ പോയി പുള്ളിയെ വിളിച്ചോണ്ട് വരാം. കുട്ടാ ഇതിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. വാ നമുക്ക് നമ്മുടെ വണ്ടിയെ പോയിട്ട് പുള്ളിയെ വിളിച്ചോണ്ട് വരാം. പുള്ളിയുടെ സാറേ ഇതിൽ മതി. അല്ല പുള്ളിക്ക് എന്നെ അറിയാം. ഞാൻ പണ്ട് പറഞ്ഞാടാ ചുമ്മാ എന്തോ കള്ളത്തരമുണ്ടല്ലോ. அவன் காட்டான் தெரியுமா? വർക്കല്ലേ വിനീതേട്ടൻ്റെ അതേ ശബ്ദം അതേ രൂപം. ഒറിജിനൽ വരുന്നവരെ കുറച്ച് നേരത്തേക്ക് പുള്ളിയായിരിക്കും വിനീതേട്ടൻ. പരശു എനിക്ക് വയ്യ എൻ്റെ കൂടെ കൂട്ടി നിൽക്കാനൊന്നും. How do you think we can deal with this? സ്വാതി ഒരു കുഴപ്പമില്ല. സാംകുട്ടി ഉറപ്പ് വന്നിട്ടുണ്ട്, പുള്ളി വെച്ചെന്ന് ക്രൗഡ് മാനേജ് ചെയ്യാനാ. അവരിപ്പോ എങ്ങെത്തും? ഇപ്പൊ കണ്ടോ ചേട്ടാ, ഒന്ന് ഞാൻ കേറി പാണ്ടി വരുമോ? അത് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മാനേജ് ചെയ്യുമെന്ന്. പരശു നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലൂ. നീ പ്രിൻസിപ്പൾ എങ്ങനെ അറിഞ്ഞാൽ നടക്കുന്ന സ്വാതി ഒരു കുഴപ്പമുണ്ടാകത്തില്ല. സാംകുട്ടി സെറ്റാക്കും. എടാ പരിപാടിയുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. വിനീതായിട്ട് വന്നിട്ടുണ്ട്, പരിപാടി ഫുൾ ഓണാണ്. തുടങ്ങാറാവുന്നു. എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തോട്ട് പോവാം. നീ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ട്, പ്ലാൻ വർക്കാണ്. എടാ സമയത്തിന് എത്തിക്കണ്ട പൊന്നുവനെ. 8 മണിക്കാ? Eagerly waiting for the Vinith Srinivasan Pro Show, and it's definitely going to be
ക്ലോസിംഗ് സെറിമണിക്ക് വേണ്ടി വിളക്ക് കൊടുക്കുവാനായി ചീഫ് ഗസ്റ്റിനെയും മറ്റുള്ളവരെയും ക്ഷണിച്ചിരുന്നു. வந்துட்டு அப்புறம் ஃபிளாஷ்பேக் காட்டுவாங்களோ? അവന്മാരുടെ അടുത്ത് സാംകുട്ടി എങ്ങനെ വിനീതേട്ടനെ കൊണ്ടുവരാനാ? അനഘ, എനിക്ക് തോന്നുന്നു അവൻ ഈ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന. പ്ലസ്റ്റിൽ പോട്ടിരുന്നല്ലേ സാം ചേട്ടാ, ഈ ഏരിയയിൽ ഒരു 5-6 വീടുകളേ ഉള്ളൂ. അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ ആയിരിക്കും. ആരെങ്കിലും കാണൂടാ, പെട്ടെന്ന് വെയ്, കൊണ്ട കലിപ്പാവും. ആ കേങ്ങന്മാര് വരുന്നതിന് മുന്നേ அந்த இதுடா ஈவென்ட் ஒன்று வந்தது இல்ல, ப்ராஜெக்ட் ஈவென்ட். அவனுங்க எல்லாரும் പാതിരാത്രി 6 ക്ലാസ് എടുക്കുന്നത്. ശരിയാണല്ലോ. ഡ്രോൺസ് ബാക്ക് കോപ്പി ചെയ്തേ. സമയമല്ല പറഞ്ഞേട്ടാ. എന്താ ഹർഡോ അറിഞ്ഞൂടാ? കാണോ ജനറേറ്റർ ഓഫ് ആയോടാ? നീ നിന്റെ പിള്ളേർ വിളിച്ചാൽ പറഞ്ഞു വരാൻ പറ. എനിക്കൊരു ഐഡിയ ഉണ്ട്. കുമാർ സാറല്ല, ജയരാജ് സാർ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറഞ്ഞു. அந்த கட் பண்ணி பேசுறவரா? டைம் வேணும்ல. அது வந்து சமடா. സംസാരിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് പൊതുവെ ഒരു പരാതിയുണ്ട്. ഞാൻ വളരെയധികം സമയമെടുത്താണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ അല്ലേ മോനെ? മനുഷ്യനായ ഒരു ക്യാരക്ടർ കിപ്പിക്കാം. സോറി സാർ. ഓക്കെ ഓക്കെ മോനെ. 40 ലിറ്ററാണ് അവൻ്റെ അണ്ണാക്കി വാങ്ങിച്ച് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കണ്ടു. നീ ചരടൊക്കെ കഴിച്ചാ? ഫലം ബാക്കോടെ ഇല്ല സാറേ, പൂജിക്കാൻ കൊടുത്തിരിക്കും. പിന്നെ പണ്ട് ഞാനല്ലല്ലോ, സിസ്റ്റാണല്ലോ കുട്ടനെ മോശക്കാരനാക്കി. സാരി എടുക്കാം. ഗൈസ്, വിനീതേട്ടന്റെ പരിപാടി കഴിഞ്ഞാൽ എല്ലാരും ഇറങ്ങും. ഇപ്പൊ കേറുന്നതാണ് ബെസ്റ്റ്. എന്താ ഇത്? ഫ്രൈ ഇനി ഒരു ബോംബല്ലോ. ചോപ്പും നീലവിറക്കെ ഇരിക്കണല്ലോ. ഏത് വലിക്കായി? നീല വലിയുടെ ഇല്ല, സാധാരണ അങ്ങനെയാണ്. ഇതുപോലെ നിന്റെയൊക്കെ വീട്ടിലെ ബി സീറ്റിലെ പിള്ളേരോടാണ് നിന്റെയൊക്കെ കളി. இல்ல டச் பண்ணாம இது பண்றான்னு சொல்லுதுடா. അത്യാവശ്യമില്ലായിരിക്കും. അത്യാവശ്യത്തിന് ഇടപെടാൻ പോലീസ് ഇരിക്കണം കേട്ടോ. പിന്നെ അല്ല. എട് സജി അണ്ണാ, ഇവിടെ സ്കൂളിൽ പിള്ളേർ പണമായിട്ട് വന്നിട്ടുണ്ടെണ്ണ. വിനീത് ശ്രീനിവാസനെ പൊക്കാൻ നിന്നെ എന്താണ്ടാക്കിടാ? സാറേ, പോലീസുകാർ എനിക്ക് പണ്ടേ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ഉയരും കൈ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. വേറൊരു വഴിയില്ല, മാപ്പാക്കണം. இன்னொரு போயினுக்கிறானு உனக்கு அப்படிதான் தெரியுது. எடிட் நல்லா பண்ணிக்கிறாங்க, நல்லா பேரல் கட்டு. அவன் டெக்னிக் யூஸ் பண்ண பத்தியா அவன் சாரி. ஓ, உங்களுக்கு கண்ணு தெரியல, அதனால ஜாலியா ஆச்சு. நானும் என்ன இப்போ சைடு ஃபைட் பண்ணுறாரு. சூதுக்கு மாதிரி பண்றாரு. இருட்டறையில் முதல்
வீட்டு தாஷ்டிக்கிறாங்களோ? ஐயோ ஐயோ இல்ல இல்லடா சமக்கட்டே இவர் ஒரு பஞ்சு டொவினோ ஒரு பஞ்சு. நிவின் ஓடறடா அது பாட்டு. செம்ம எடிட் பண்ணி செம்ம பிளேஸ் பண்ணலாமே. मूंगीला सामने देखो पापा जी आ रहे हैं सामान लेके पापा जी ஓ டோவினோ புடி அதை எடுத்துட்டு போயிட்டாரு. ஆமா ஆச்சி எடுத்துட்டு வந்துட்டாரு. நஞ்சண்டா யாரா இது தினி என்னடா இந்த காரை திருப்பி திருப்பி காட்டிட்டு இருந்தாங்க. ஓகே ஏய் இவனா யாரா அது வாடா டூல வந்தானடா. ஓ ஆமாடா சமயா இது பாக்காரே സാമേ ഇറങ്ങി രണ്ട് ഡയലോഗ് അടിച്ചാണോ. அவரும் இதுதான் காலேஜ் ஸ்டூடெண்ட் தான் போலடா அவரும். இந்த பாட்டிக்கு பேசுவா. ഹലോ ഹലോ നമസ്കാരം. ഞാൻ സാംകുട്ടി, തൊട്ടപ്പുറത്തെ BCT കോളേജിലെ ആരോഹൺ ഫെസ്റ്റിന്റെ കൺവീനറാണ്. ഞങ്ങളുടെ കോളേജിൽ ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് വിനീത് ശ്രീനിവാസന്റെ പ്രോ ഷോ ഉണ്ടായിരിക്കും. ഗുണ്ടായിസം കാണിച്ച് നടത്തുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് മാന്യമായിട്ട് പാസ് എടുക്കുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം. ഇനി പാസ് എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു 2000 വാട്ടിന്റെ സ്പീക്കർ ഞാൻ ഈ തെക്ക് ദിശയിലേക്ക് തിരിച്ചു വെക്കുന്നതായിരിക്കും. റോട്ടിൽ നെഞ്ചും വെച്ച് വെക്കുന്ന മാക്രിക്ക് ഉണ്ട് ചേട്ടാ ഈഗോ. പറഞ്ഞേക്ക് നിന്റെയൊക്കെ കുട്ടൻ്റെ അടുത്ത്. അപ്പൊ ഹാപ്പി തൃക്കുടി. കഷ്ടപ്പെട്ട് EMI അടിച്ച് ഈ കാർ ഓർഡർ ചെയ്ത ഈ ഡെന്നിച്ചനുണ്ടോ ഈഗോ. കാർ കണ്ണാടി தான் வச்சாங்க. സാമേ നീ നേരത്തെ ഒരു പരിപാടി കാണിച്ചില്ലേ ആ സ്പീക്കർ ഇറക്കി എറിഞ്ഞ് അത് അടിപൊളിയായിരുന്നടാ. മാസ്. താങ്ക്സ് അലി. $500 അതെന്റെ ആയിരുന്നു. 450 ഡൺ. ഓക്കെ മോനെ എന്താട്ടാ ഇത് ZF ആണോ? ചേട്ടാ ഇത് BMW യെല്ലോ കളർ. ഇത് ZF ഗിയർ ബോക്സ് ആണോ എന്ന്. എയർപോർട്ട് വേണ്ട, ഒരു തേങ്ങ വേണ്ട, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. ചേട്ടാ അങ്ങനെ പറയില്ലേ പ്ലീസ്. എന്നെ നിർബന്ധിക്കണം. ഷാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ ചെറുക്ക. വിനീതേട്ടാ അങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ മാഗസിൻ പ്രകാശനം ബ്രോഷോ വിനീതേട്ടനൊന്ന് ആലോചിച്ച് നോക്കി. മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിവിൻ പരിപാടി നടത്താൻ പറ്റാതെ ഇതേ അവസ്ഥയിൽ നിന്നല്ല. ചേട്ടനത് മനസ്സിലാവുമല്ലോ അല്ലേ? ഈ പരിപാടി നടത്തില്ലെങ്കിൽ അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് കൊടുക്കും. കൈ ഒഴിയരുത് പ്ലീസ്. വേണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൂടുതൽ തരാം. എനിക്കെത്ര 1 പറ്റൂല 1.5 ഫിക്സ്ഡ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഷാനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പരിപാടി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അങ്ങ് തരുന്നു. നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് പിടിച്ച് ഞെക്കിക്കും മറ്റേ ഇസഡ്. അതെ ഇതായിരുന്ന എണ്ണ തീർന്നു വേടാ. എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു? $230 പെട്രോൾ അടിച്ചിട്ടുള്ള പൊട്ടാ നീ ചേസിന് വന്നിരിക്കുന്നത്. ഈ റേറ്റ് കാണിച്ച പകുതി ബുദ്ധിയായിരുന്നല്ലോ.
സമയം ഒരുമാതിരി വൃത്തിയുടെ സംസാരം സംസാരിക്കരുത്. നിനക്കൊണ്ട് എന്തൊക്കെയാണ് രവീശ ചെയ്തത്? ചിറക് വിരിച്ചില്ലേ, വീശി അടിച്ചില്ലേ, കുത്തി പറഞ്ഞടാ ഞാൻ. ട്രിപ്പെല്ലാം பண்ணாரு எதுக்கு வர கூட்டல் 250 கூட போகலாம் எக்கണോ കേട്ടാ ഓക്കേടാ BCT കോളേജിൽ ഒരു പണിയുണ്ട് ഡേയ് വാ സുനി ഡേയ് அங்கதான்டா இருக்கானே ஐயோ நீ சொன்னதடா ஆப்னன் குரூப்பா இல்லடா இங்க இவனுங்க ஒரு குரூப் வச்சிருந்தானுங்களே இது விட பெரிய கைடா வந்தா நம்ம பாத்துக்கலாம் அப்படின்னு கட்சியில எல்லாரும் ஒரே கேங்க போல മറ്റേ പരിപാടി കഴിഞ്ഞിട്ട് അളിയാ നീ തേച്ചിട്ട് പോകണം. തേക്കാനാ? അളിയ നീ 1 തൊട്ട് 100 വരെ എണ്ണ്. എന്നിട്ടും ടെന്നീച്ച വന്നില്ലേ നീ 100 തൊട്ട് 1 വരെ തിരിച്ചെണ്ണണം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ അളിയാ വണ്ടിയിലിരിക്കുന്ന സാധനം നീ കോളേജിൽ എത്തിച്ചേക്കണേ. ആ എത്തിക്കാ എത്തിക്കാ. നടുത്ത് റോട്ടിൽ വിനീതേട്ടാ ലൈറ്റ് കാണുന്നില്ലേ? അതാണ് നമ്മുടെ കോളേജ്. ഇവിടുന്ന് ഒരു ഒരു 400 മീറ്റർ ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് പയ്യെ ഓടി തുടങ്ങിയാലോ? നീ എന്താ പറഞ്ഞത്? ഓടാനാ? ഷാനിക്ക പ്ലീസ്. അതൊന്നും നടക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനി എത്ര മീറ്റർ ഉണ്ട്? കാണുന്ന കോളേജ് ഒരു 400 മീറ്റർ. ആക്ച്വലി സോറി. അത് കുഴപ്പമില്ല സാറി, നീ കാര്യാക്കണ്ട. പക്ഷെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് വേണമെങ്കിൽ നീ കാര്യാക്കിക്കോ. നീ പെട്ടെന്ന് വാ. ലവിന് വേണ്ടിയാണ് ഫെസ്റ്റ് നടത്തുന്നത്, അല്ല ഫാമിലിക്ക് വേണ്ടിയാ. അടിപൊളി. அங்க ஒரு பீச் അവിടെ കുറച്ച് ഗുണ്ടകളെ കാണുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ക്ലാഷ് ആയിട്ടുള്ള ടീമും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവന്മാരെ കുട്ടന്റെ മദർ ഗ്യാങ് ഉള്ളവന്മാരാ. എമ്മച്ചി ഒഴിവാ. പിന്നെ നമുക്ക് ഈ വഴി പോകാം. നമുക്ക് പരിപാടിക്ക് വന്ന ടച്ചപ്പ് ചെയ്യണ്ടേ? മൊത്തം അവിടെ 5 മിനിറ്റ് പോരെ. നമുക്ക് വേറെ പരിപാടി ഉള്ളതാണ് കേട്ടോ. 5 മിനിറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കാം. இது ஒரு நாள் 2 ஈவென்ட் நடந்து இதுடா ஒரு பாடம் மட்டும் தான்டா வராது, மியூசிக் வாசிக்கணும்ல. ഞങ്ങളുടെ മാഗസിൻ പ്രകാശനം റോഷോ പണ്ട് മലർവാടി ആർട്സ്. വേറെ വഴിയില്ലാത്തോണ്ട് മുങ്ങുന്ന കാര്യം ആലോചിക്കുന്ന എൻ്റെ അടുത്ത് നീ നിന്റെ മൂഡിന് എമോഷൻ ആക്കല്ലേ? தியேட்டர்ல ஆடு மாதிரி தெரி அதான் இவரை பாட வைக்க போறாங்க நீங்க. എന്റെ പേര് വിനീത് ശ്രീനിവാസൻ എന്നാണ്. ഞാൻ പാടാൻ വന്നിട്ടുണ്ടെങ്കിലേ പാടിയിട്ടേ പോവും. സാംകുട്ടി വിനീതേട്ടാ காசுல தரணும் ആടിയാ. தீபக் സ്വദേശി ബോഡി ഡബിൾ കുറെ പറയാനുണ്ട്. ഇപ്പൊ ടൈമില്ല. വിനീത് ശ്രീനിവാസൻ എന്നല്ല இல்ல இவர் வரானே நீ ரெண்டா டொவினோ ஆனா இவரு கரெக்டா செம்மையா போட்டுக்கறாங்கடா. பார்த்தா இரிட்டேட் ஆகுது. I'm not in a mood. ഞാൻ ആൽഫമയിലാണ്.
அவர் யாருக்கும் தெரியலடா யாருக்குமே. Here we have our uninvited surprise guest of the night, the one and only Shah தம்பி நவரு போங்க. നീ അവിടെ വായിച്ചോ, ഞാനിവിടെ. കണ്ടാ ഒരു കീലോ വെക്കറാங்கടാ. സേഫ് സ്ഥലം നോക്കി വെച്ച് പൊട്ടിക്കണം. வந்தாட போறோம். அண்ணா இப்போ வரணும், கரெக்டா இருக்கும் அண்ணா வந்து. என்ன பண்ணுகிறாரு? ஆமா, ஸ்டார்டிங்ல அந்த பொண்ணு சாகும்போது ஒருத்தர் கூப்பிட்டாரே வாடா இங்க அப்படின்னு. ஒருவேளை இவரு தான் கூப்பிட்டாரோ? ஓ, பேட்மேன் மாதிரி போல ஸ்மோக் போட்டு வினித் போயிட்டார்ல. அவர் போயிட்டு நீனாவது பா, அவர் இப்போ போயிட்டு ஃபர்ஸ்ட் என்ன பாட்டு பாடுவாருன்னு யோசிச்சு. അടിച്ചു കൂട്ടാ. എനിക്കിത് പോലെ ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പരിപാടി ഫോളോ ചെയ്യാൻ പോവാ. ആ സാൻകുട്ടി എങ്ങനാ പോണാർ വിനീത്? നീ അത് നോക്കണ്ട, അത് സാരമില്ല, സാങ്കുട്ടി പോകുന്നോളൂ. കറക്റ്റ് സമയത്ത് പൊട്ടുമല്ലേ വടി. ഓടെ എനിക്ക് ഉയരുണ്ടെങ്കിൽ പരിപാടി നടത്തിക്കൊള്ളടാ പട്ടികളെ. അതിന് പറ്റില്ല ചേട്ടാ. മിന്നൽ ഓൾറെഡി അടിച്ചു. ലൈറ്റ്നിങ് സൗണ്ട് ഇപ്പൊ വരും. ഗ്രൗണ്ടിൽ എത്തി പോയിട്ടാണല്ലോ. റീച്ച് ആയിട്ട് കീഴെ പോ. கிரேனி உண்டா சாங்கா? இல்ல இல்ல இல்ல. ஆஹா ബീറ്റ വെർഷൻ. ഇതിന്റെ സ്റ്റേബിൾ വെർഷൻ അണ്ടർ വാട്ടറിൽ വരെ ബ്ലോക്ക് ഇട്ട് അടിക്കാൻ പറ്റും. അത് നീ താങ്ങില്ല. സ്വാതി ലൈറ്റ് വരും ചേട്ടാ. நரன்றா. அதுதான் தெரியும். grip ஆயிட்டுதா? இது புஷ் ஆயிட்டுக்குது. ചേട്ടനെ ഇനി വേണമെങ്കിൽ വിനീതേട്ടനെ കൊണ്ടുപോക്കും. പുള്ളിത് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എന്തിനാ എനിക്ക് കുട്ടമ്പൻ പറ്റിയായില്ലേ? എന്റെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നറിയോ അരങ്ങേറ്റം? തൊലച്ചില്ലാന്നും കൂടെ. ചേട്ടാ, പരിപാടിക്ക് ആളെ കൊണ്ടുവരാനാണെങ്കിൽ മാന്യമായിട്ട് കാശ് കൊടുത്തുകൊണ്ടിരണം. അല്ലാതെ ഇതൊന്നും അല്ല അതിന്റെ രീതി. ചേട്ടൻ മൊണ്ടനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ചേട്ടാ ചേട്ടാ എന്ത്
നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണത്? നിങ്ങൾ പോലീസിനെ തല്ലിയ? നിനക്കിപ്പോ എന്തിനു വേണം? എനിക്കൊന്നും വേണ്ട. നിങ്ങൾ അകത്തു പോവും. പോയിട്ട് വരും. ഇത് ആദ്യമായിട്ടൊന്നല്ലല്ല. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളൊന്ന് അടങ്ങ്. നിങ്ങളുടെ പരിപാടി ഒന്നും കൊളായില്ല. ആ അഗ്നിവേശന്റെ കമ്മിറ്റിക്കാരെല്ലാരും കൂട്ടിക്കൊണ്ടുവന്ന നാഗർകോയിലിൽ നിന്ന് പുതിയ കോട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ സമ്മതിച്ചു. നിങ്ങൾ ജയിച്ച്. ഞാൻ കണ്ട കാലം തൊട്ട് പറയാണ് ഈ അടിക്കണതല്ല മാസെന്ന്. ഇനി എപ്പോഴാണോ ബോധം വരുന്നത്? മറ്റേ പൊട്ടിയാണ് പക്ഷേ GTP എന്തൊരു സാധനമാണ്? பாம்பு நடாச்சு அது புஷ் ஆயிடுச்சு அவன்டே ஒரு ஷோ என்ன நடக்குது பாட்டை உள்ள ரிப்பீட்டா ஓடுறா அவரு போட்ட பாட்டாரா? ஐயோ கையில இருக்குதுடா. என்ன பண்ண போறானுங்கன்னு தெரியலடா. மேல போட்டுருவாரு நினைக்கிறேன். அதான் வலி. நினைச்சிட்டானா? பின்னாடி இருக்கு நினைச்சிட்டேன். நீங்க அங்க கட்டி போட்டு பேசிட்டு இருக்கும்போது அம்மா பத்தி ஏதோ சொன்னாருன்னு நினைக்கிறேன். லிரிக்ஸ குத்திருப்பாரு. லிரிக்ஸ் அழுகுறேன். இவங்களும் பாருங்க கூட சேர்ந்துட்டு என்னடா ஆச்சு கையில? அது அணைச்சிட்டாங்கடா. அத பின்னாடி அவர் வாங்கி அணைச்சிட்டாங்க கேங்கு. அவங்க கட்டையை வச்சிருக்க எல்லாரும் வந்து இசையில மயங்கிட்டாங்க. இவரு போலீஸ் എന്റെ ലൈഫിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ ജീവനോടെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി താങ്ക് യു ഇനി എന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മുൻപ് ഈ ക്യാമ്പസിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഒരു മാഗസിൻ പ്രകാശനം. അതിനു മുമ്പ് അന്നത്തെ ബാച്ചിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യണേ. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അന്ന് ഇവിടെ വെച്ച് നടന്നത്. അത് എല്ലാവരെയും എത്രത്തോളം എഫക്റ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വി ആർ നോട്ട് മൂവിങ് ഓൺ ഫ്രം ദം, ബട്ട് വി ആർ മൂവിങ് ഫോർവേഡ് വിത്ത് ദെയർ മെമ്മറീസ്. മാഗസീൻ്റെ പ്രകാശനത്തിന് വേണ്ടി അന്നത്തെ മാഗസീൻ എഡിറ്ററായിരുന്ന മെറിൻ്റെ ഫാദറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇവിടെ വന്നിരിക്കുന്ന അന്നത്തെ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനെയും പ്ലീസ് കം ടു ദ സ്റ്റേജ്. இதெல்லாம் ப்ரீ பிளான்டு போடுது. அதுதான் சொல்லியிருப்பாங்க. ஓகே அதான் 2 பசங்களும் சக்ஸஸ் ஆயிடுவாங்க.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ ഇവിടെ വരാൻ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കി എടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ ആരോഹൺ ഫെസ്റ്റിന്റെ ഓൾ ഇൻ ഓൾ ഫെസ്റ്റിന്റെ കൺവീനർ സാം കുട്ടി. ஏன்னா அன்னைக்கு ஷூட்டிங் வரலையே அவரோட தனியாக இருந்து பேட்ச் பண்ணிட்டு வட்டார் அப்படிதான் தோணுச்சு. ரொம்ப நேரம் ஒப்பத்திருந்தாங்க. அவர் ப்ரொடக்ஷன்ரா, அவர் இல்லாம எப்படி? സോറി, ഒച്ച പോയി. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത കുറേ പേരുണ്ട്. അവരാണ് സത്യത്തിൽ ഈ ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്തത്. അവരോട് എനിക്ക് നന്ദി പറയണം. ആദ്യം തന്നെ പരശു അളിയ, പിന്നെ സ്വാതി, ഓസിൻ, പിന്നെ ബോസ്കോ, ചാർലി, മാർലി, ആൻഡ്രൂ. പുള്ളിയുടെ എവിടെ ഉണ്ട്. പിന്നെ വിനീതേട്ടൻ, ഷാനിക്ക, താങ്ക് യു. എല്ലാവരും ഫെസ്റ്റ് നടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഭംഗിയായിട്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചത്ര അഴുക്കിച്ചെറുക്കണമൊന്നും അല്ലാതെ. ഞാൻ പറഞ്ഞതല്ലേ തനിക്ക് ഇത് കിട്ടൂല. ആ പെൺകുട്ടിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. ചേട്ടൻ എങ്ങനെ അറിയാം? കണ്ണാണ്ട് അറിഞ്ഞൂടെ? കണ്ണാണ്ട് എങ്ങനെ അറിയാം? കണ്ണാണ്ടല്ലൊക്കെ അറിയാൻ പറ്റും. കേരളത്തിൽ എനിക്കേ അറിയാൻ പറ്റൂ. ആ കണ്ണാണ് കണ്ണാണ്. சும்மா வந்து கேமியோ இருக்கிறாங்க பாத்துக்கிறாரு அவரு. நல்லா கமர்ஷியல் ஜாலியாக இருந்துச்சு. ஜாலியாக இருந்தாலும் பிடிக்காது பிடிக்கும். வினித் பூஜி பத்தி அதுல ரொம்ப ഫാൻ ആയിട്ട് ഒരേ ചൊറി. എന്നിട്ട് ചരടഴിച്ചോ? ഇല്ല, അഴിച്ചാലാന്നൊരു ആലോചന. കൂട്ടാ, ചരടിലല്ല, തന്റെ സംഗീതത്തിലാണ് തന്റെ കൺട്രോൾ ഇരിക്കുന്നത്. ചെന്നൈയിലാ? ചെന്നൈയിലോ? ഞാൻ ചെന്നൈയിലൊന്നുമില്ല. ചെന്നൈയിൽ ഭയങ്കര ചൂട്. എനിക്ക് റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു.
തിരിച്ച് വിളിക്കണ. ആ വിളിക്കും. இது பழைய பாட்டு நினைக்கிறேன்டா. இல்ல அவரு எழுதுன மாதிரி தானடா சொன்னாரு 10ல. அம்மாக்காக நான் எழுதினேன் அப்படின்னு. அம்மாக்காக நான் எழுதினேன் அப்படின்னு. சோ அதிரடி ஓணம் ஸ்பெஷல் மூவி. எனக்கு தெரிஞ்சு இப்படிதான் கை ஊத்துவாங்க. மலையாளத்துல 10ல எல்லா ரெஃபரன்ஸும் புரிஞ்ச படம் இது ஒண்ணு. ஏன்னா நிறைய இதுல வந்து நமக்கு ரெஃபரன்ஸ் புரியாது, எல்லாமே புரிஞ்சுது நமக்கு. அதெல்லாம் செம்மையா சிங்க் ஆகி நிறைய இதுடா. படம் வந்து ஜாலியா இருந்துச்சு. தியேட்டர்ல காலேஜ் ஸ்டூடெண்ட்ஸ்லாம் பார்த்துருந்தாங்கன்னா செம்ம ஜாலியா என்ஜாய் பண்ணிருப்பாங்க கேங்கா. இன்னொரு விஷயம், அது எனக்கு எப்படின்னா சில படம்லாம் பார்க்கும்போது இப்போ காலேஜ் சீன்ஸ் அதெல்லாம் காட்டும் போது படிக்கிற மாதிரியே சீன்ஸ் வைக்கல அப்படின்னு தோணும். ஆனா இந்த படத்துல அது ஃபீலே ஆகல. ஏன்னா படத்தோட கோரே அந்த இது ஃபெஸ்ட்டை நடத்துறது அதுலயே கொண்டு போயிட்டாங்க. ஸோ ஃபுல் அண்ட் ஃபீல் இன்னும் இது படிக்கிறாங்களா இல்லையான்ற அந்த ஃபீலே வரல. செட் பண்ணிட்டாங்க ஃபர்ஸ்ட் அந்த 5 நிமிஷம் அதுக்கும் வச்சுட்டாங்க. அவர் வந்து செமஸ்டர் 2 அரியர் அதெல்லாம் அதுவும் வச்சுட்டாங்க. ஓகே இவர் படிக்கல, ஏன்னா வந்து இவர் வந்து ஓகே இவர் சரியான ஸ்டூடெண்ட், என்னப்பா படிக்கவே இல்லை அப்படின்னு வச்சுட்டாங்க. அரியர் ப்ராஜெக்ட் கரெக்டா பண்ணிட்டாங்க. அதுவும் அது யூஸ் பண்ணியிருந்தாங்க பாரு அந்த கட்சியில, அந்த எலக்ட்ரிக் எஃப்ஆர்ஐஏ அப்புறம் அந்த ட்ரோன் நைட் விஷன். ஏன்னா அதெல்லாம் வந்து அந்த ஈவெண்ட்ல வந்தது, அந்த ப்ராஜெக்ட் ஈவெண்ட்ல வந்துச்சு. ஏன்னா சுத்தி அவ்வளோ அரியஸ் இருந்தாலும் அவர் பேர் பிராக்டிகலா அந்த படிக்கிற பசங்களுக்கு அந்த அவர் பண்ண அந்த கான்கிரீட் இது கட்சியில யூஸ் ஆச்சு. இப்போ இதுல டிசில பார்த்தோன்னா அந்த பையன் வந்து படிக்க வைக்கணும் தான் இது. அதே மாதிரி இது வந்து ஈவெண்ட் வந்து பண்ணணும், அதை கரெக்டாக செட் பண்ணிட்டு அதை நோக்கி தான் ஸ்டோரி போச்சு. கிளீனா இருந்துச்சு. அது அவங்க அண்ணனோட அந்த எமோஷனை வச்சு அவங்களோட பேக் ஸ்டோரி அது செம்மையா இருந்துச்சு. தர்ஷனா பேர் ஏன் வரல அப்படின்னு பார்த்தா கீழே போட்டுருக்காங்க. ஃபர்ஸ்ட் ஹாஃப் வந்து லிட்டரலி கீழே போட்டுக்கிறாங்க. கீழே போட்டு சாவச்சிட்டாங்க அவங்க, அதனால வந்து பேரை கீழே போட்டுக்கிறாங்க. ஃபர்ஸ்ட் ஹாஃப் வந்து கரெக்டா இருந்துச்சு. இன்ட்ரோல் பிளாக் டோவினோ யூஸ் பண்ண ஐபூசினா செம்ம எலிவேட் பண்ணாரு. அந்த ஐபூசி சூப்பரா இருந்ததுடா. அவர் வந்து கத்தி அங்க இங்க வச்சு அந்த கத்தி அங்க அப்படின்னு பார்த்தா அவர் அப்படியே பின்னாடி திரும்பி அப்படியே நடந்து போனாங்க. செம்ம ஹைப். அவன் யாரு தெரியுமா? அந்த ராவண ஃப்ரேம் நறுக்குன்னு அந்த ஃப்ரேம் அது ஆனா எனக்கு தெரிஞ்சு ஒரு 4-5 ஷாட் ஆயிருக்கும். ஏன்னா ஒரு அப்படியே வாபுல் ஆயிட்டு வந்து கடைசியா நின்ன ஷாட் வந்து அந்த ஹெட் வந்து சென்டர் ஹெட் வந்து அழகா அலைன் ஆச்சு. அது வெர்சஸ் ரோபோட், ரிலிஜியன் வெர்சஸ் சயின்ஸ் அந்த மாதிரி ஒரு இது கொண்டு வந்து செம பண்ணிருந்தாங்க. இது சூப்பரா இருந்தது. இது பெசில் தான். பெசில் வந்து அது ஃபன்னான இது. சில பேர் ஃபன் பண்ணணும்னு பண்ணுவாங்க, கிரிஞ்சா இருக்கும். ஆனா இது வந்து நேச்சுரலாவே அந்த ஒரு இது இருக்கு. கேங்கே அப்படிதானே. எனக்கு தெரிஞ்சு வந்து டொபினோ மட்டும் தான் வந்து கொஞ்சம் சீரியஸான கேரக்டர்ல பார்த்துருக்கோம். நம்ம மிச்ச பேர் பார்த்தாங்க எல்லாருமே வந்து நம்ம ஃபன்னா தான் பார்த்துருக்கோம். ஏன்னா வினீத் எல்லாம் வரும் போதெல்லாம் அவர் வந்து சார் உங்களை கிட்னாப் பண்ணிட்டாங்க ஹாய் ஹாய் ஃபேன்ஸ் நச்சு இருந்தது. அதெல்லாம் வினீத்தை யூஸ் பண்ண விதம் ஷான் ராம் அவரு சமய பண்ணியிருந்தாரா, அவரும் சமயம் நினைச்சிருந்தாரா. படம் காமெடி ஜானரை ஜஸ்டிஸ் பண்ணிச்சு. ஆக்ஷன் காமெடி எல்லாமே. அது இவர் வந்து ப்ரொபோஸ் பண்ண சீனு, அதுக்கப்புறம் வந்து அந்த சீக்ரெட் அட்மையர் பாட்டுலாம் வந்து வேற ரகம் தான். அது அதே மாதிரி வந்து அந்த இதுல கூட அந்த கார் ரேஸ் நடந்துருந்துல அவங்களோட தம்பி கீழே இருங்கப்பா எல்லா ரெஃபரன்ஸும் வச்சுக்கிறாங்க. எல்லா லேட்டஸ்ட் ரெஃபரன்ஸ் எல்லாமே இருக்கு. செகண்ட் ஹாஃப் வந்து கொஞ்சம் டிராகே இருந்துச்சு. டிராக் பண்ணிட்டாங்க, இலையில இழுத்துட்டாங்க. 2 ஹவர்ஸ்ல நல்லா கொஞ்சம் லாக் ஃபீல். ஓகே தான், கொஞ்சம் லாக் மட்டும் ஃபீல்.
அது ஏன்னா நம்ம ஜாலியா பாத்துட்டு டப்புன்னு எமோஷன் உடனே நம்மளுக்கு அப்படியே சீக்கிரம் முடியுங்களா, அது ஏதாவது பண்ணா போடுங்களா. ஏன்னா நான் கடைசி வரைக்கும் கூட சொல்லியிருந்த மாதிரி இப்ப அவர் விட்டுட்டாங்கன்னா செம்மையா இருக்கும்டா, காமெடியா இருக்கும். கீழே விட்டாங்கன்னா எல்லாமே கிடையாது. பாம்பு மட்டும் பொசுங்காம இருந்தா என்ன இருக்கும், அது மட்டும் தான் ஒரு மாதிரி ஃபீல் ஆச்சு. ஏன்னா நான் என்ன யோசிச்சேன், யாருன்னா போய் அதை இது பண்ணுவாங்க, யாரா ஜூஸுக்கு ஊத்தி கீழே ஊத்துங்க அந்த மாதிரி அப்படி யோசிச்சேன். நானே யோசிச்சேன்னா வினித் ஸ்ரீனிவாசன் வந்து ஒரு என்ட்ரி வச்சிருந்தாங்க அடியில இருந்து வர மாதிரி. அவரு கரெக்டா வரும்போது தானே வெடிக்கணும், அடியில இருந்து வரும்போது என்ன பாம்பு வெடிக்கல வினித். அப்புறம் சொல்லி கீழே வரும்போது பார்த்தேன் எரிஞ்சு பிச்சு விட்டாங்க. அந்த மாதிரி ஏதாவது பண்ணுவாங்கன்னு நினைச்சேன். கட்சியில பார்த்தா பஸ்ல வச்சிட்டாங்க, அதுவும் நல்லா இருந்துச்சு. பஸ் பெசில் அந்தனா பஸ் தான் பெசில் அந்த மாதிரி வந்தால. சோ பெசிலோட தலைமையில வந்து அவர் இது பண்றாரு அந்த மாதிரி. நானும் அது யோசிச்சேன், கீழ இருந்து அவர் வரும்போது அது எதனா இது பண்ணிட்டு வருவாரு. நான் எத்தனை வாட்டி பிரேமம் அப்படின்னு சொல்லுவாரு நினைச்சேன். நான் அந்த மாதிரி ஏதாவது வரும்னு நினைச்சேன். ஏன்னா கரெக்டா அந்த ஷாட் காட்டினாங்க, அந்த ஓப்பனிங் அந்த பாட்டு வரும்னு நினைச்சேன், கலிப்பு சாங் வரும்னு நினைச்சேன். நான் யோசிச்சுன்னு இருந்தேன். ஏன்னா கரெக்டா அந்த என்ட்ரன்ஸ் காட்டினாங்க. சரி தலைவர் அடியில இருந்து வரும்போது என்ன பாம்பு எதுவும் வெடிக்கல. அப்புறம் ஷான் கிட்ட வந்து போயிட்டு என்னடா கீழே எதுவும் எரிஞ்சுன்னு இருந்தது, அதை பிச்சு போட்டு வந்துட்டாங்க, அந்த மாதிரி ஏதாவது சொல்லுவான்னு நினைக்கிறேன். மற்றபடி வந்து எண்டிங் டுவர்ட்ஸ் எண்டிங் நல்லா இருந்துச்சு. கரெக்டா அதாவது நானும் படத்துக்குள்ள போயிட்டோம். எப்படி பயங்கரமான குடிகாரன் ஒரு ரவுடி அது மாதிரி திடீர்னு ஆன்மீகம் போயிட்டாங்கன்னா வந்து மாறிடுவானுங்க. ஆனா இவர் பார்த்தா மியூசிக்கல் அதான் எப்படி யோசிச்சாங்கன்னு தெரியலடா. ஆனா செம்ம ரியலாவே இருக்காங்கடா. ஆனா ஸ்டோரி பயங்கரமா எழுதிருக்காங்க. ஏன்னா நீ சொன்ன மாதிரி எனக்கு அந்த பையன் பார்த்ததே கிடையாது, சின்ன பையன். அந்த ட்ரெண்டிங்ல இருக்க எல்லாத்தையும் எடுத்துட்டு வந்து போட்டு இவ்வளவு ரீல்ஸ் எடிட் பண்ணி வச்சிருக்காங்க. செம்மடா அதெல்லாம். அதுவும் இல்லாம மூலிகை தண்ணி சமூக. ஆனா BMW கார் எடுத்துட்டு வந்து ஃபன் பண்ணி வர்றாங்க. நீங்க பெட்ரோல் 230 ரூபாய் பெட்ரோல் போட்டு நார்மல் வண்டியிலேயே பத்தாதுடா. இவரு ட்ரிப்ட்லாம் வச்சானா அது. சமடா. படம் வந்து சொன்னாங்க இது வந்து ரொம்ப நல்லா இருக்காது, ஆவரேஜ் சொன்னாங்க. தட்டி விட்டு சொன்ன மாதிரி கரெக்டா இருந்ததா. நாங்க அந்த என்னது டாப் 10ல ஒரு இது இருக்கும், அதுல வேணா போய் பாருங்க. அந்த லெவலுக்கு இதை எப்படிடா மனசாட்சி இல்லாம சொல்ல. இது வந்து பாத்தீங்கன்னா ஒரு பிரியாணி மாதிரி அது படம், எல்லாமே இருக்கு. எல்லா படமும் வந்து தயிர் சாதம் புளி சாதம் மாதிரிலாம். இது வந்து இதுவும் தேவை. ஆடியன்ஸ் செலக்ட் பண்றது ஆடியன்ஸ் செலக்ட் பண்றது இஷ்டம்னு கிடையாது. நீ எப்பவுமே வந்து ஸ்டோரி ஓரியன்டா எடுப்பேன், நான் எமோஷன் கொல்றேன் தேடுறது அதே கடுப்பா இருக்கும். ஆர்ட் ஃபார்ம் அந்த மாதிரியே எடுத்துட்டு இருந்தோம்னு வச்சுக்கேன். நம்ம என்னை பொறுத்த வரைக்கும்லாம் நான் வந்து படத்துக்கு வந்து எதோ டைரக்டர் ஹீரோ ஏதோ ஒரு ஆர்டிஸ்டுக்காக தான் போவேன் நான். ஆனா சம்டைம்ஸ் வந்து ஆபீஸ் முடிச்சுட்டு ரொம்ப போர் வச்சிருந்தா ரேண்டமா ஒரு படத்துக்கு போகும். அது ஏன்னா அந்த டைம்ல வந்து எனக்கு மைண்ட் ஃப்ரீ ஆகும். அப்போ இந்த மாதிரி அதிரடி படத்துக்கு போனோம்னு வச்சுக்கோங்க, என் ஸ்ட்ரெஸ்ஸும் ஜாலியா முடிச்சுட்டு வரலாம். சும்மா தியேட்டரோட இதுவே அதானே, அந்த 2 மணி நேரம் வந்து ஜாலியா இருந்தா அந்த மாதிரி படம். ஏன்னா நீ எல்லாமே வந்து நம்ம ஸ்டோரின்னு சொல்ல முடியாது, போய் சிரிச்சுட்டு வரணும் சம்டைம்ஸ். அந்த மாதிரி இதுவும் தேவை. அருமையா இருந்தது, நல்லா. ஆனா எனக்கு தெரிஞ்சு வந்து கேங்குன்றதுனால தான் இந்த படம் செம்ம ஃபன்னு. அந்த பெசிலு வினீத் அவர் காலேஜை புடிச்சு எவ்வளவு பேர் இருப்பாரு, ஒரு 1000 பேர் கிட்ட வச்சிருப்பாங்கன்னு நினைக்கிற படத்துல. அது நிஜமாலே. ஆனா வந்து ஈவெண்ட் ஆர்கனைசேஷன் காலேஜ்ல இப்படிதான் இருக்கும். ஃபர்ஸ்ட் இது பண்ணுவோம், ஒருத்தர் முட்டிப்பான். சில அவனால ஆரம்பிச்சு கவிதை படிக்கிறான் அவனுக்கு சீனியருக்கு பேப்பர் வாங்கி திருப்பி அவ்வளவு பேப்பர் தம்பி இவ்வளவு டக்குன்னு இதெல்லாம் கம்மி. ஒரு பொண்ணு நாங்க 3rd இயர்ல ஃப்ரெஷர்ஸ் டேக்கு வந்து பாட்டு கீழே இருந்து மைக்கு பயர பிடிக்க விட்டாங்க, சீக்கிரம் பாட்டு போக்காத முடியாது. இந்த வீடியோல என்கிட்ட ஒருத்தர் ஸ்ப்ரிங் இந்த முடி வச்சிருப்பாங்க கேர்லியர் எல்லாம் ஜாலியா ஆடுனுக்குறோம். டிஜேல பாட்டு போட்டாங்க ஆடுனுக்குறோம். ஒருத்தர் என்ன பண்றான், அந்த ஸ்னோ ஸ்ப்ரே இருக்குல்ல அதை அடிச்சிட்டான் பாரு, யாரும் கேண்டில் வச்சுக்கிறாங்க. அவளை பட்டு அவன் எரிஞ்சுட்டு அவன் தலை அவன் டான்ஸ் ஆடுறான், பின்னாடி இருந்து பிடிக்கிறாங்க அவனை. அது நல்லா இருக்கும். காலேஜ் ஃபெஸ்டிவல் நல்லா இருக்கும், சூப்பரா இருக்கும். நல்ல மூவி பாருங்க. ஆனா தயவு செஞ்சு வந்து எனக்கு என்னன்னா நல்ல மூவிஸ் எப்படி சொல்லாது. இல்ல இண்டிவிஜுவல் ஒப்பீனியன் தான். சில பேருக்கு படம் பிடிக்க முடியாது. ஆனா என்னன்னா வந்து பார்த்து முடிச்சுட்டு அந்த படத்துல நீங்க கமெண்ட் இப்ப இந்த படம் இப்ப வரும்போது இதுல கமெண்ட் இது ஆவரேஜ் மூவி தான் சொன்னா நான் ஒத்துட்டு போயிடுவேன். ஓகே முன்னாடியே சொல்லிட்டு அந்த மைண்ட் ஒப்பீனியன் வந்துடும். அதுல வந்து உட்காரும் போது
நிறைய படம்லாம் வந்து இப்போ என்னோட இவ்வளவு கமெண்ட் வருது செம்மையா இருக்கும் அப்படின்னு நினைச்சேன். அதுக்கப்புறம் ஏன்டா பார்த்தோம்னா இருந்திருக்கு. ஏன்டா இதுல ஹைலைட் என்னன்னா, நான் ஒரு படத்தை நினைச்சு சொன்னேன், கன்ஃபார்மா நீ அந்த படத்தை நினைச்சிருக்க மாட்டேன். உனக்கு ஒரு பேட் எக்ஸ்பீரியன்ஸ். ஸோ வந்து அதுதான் கார்பேஜ் எடுத்துன்னு வந்து நான் தான் நிறைய கமெண்ட்டை பார்த்து ஒப்பீனியன் மட்டும் இந்த படம் கமெண்ட்ல வந்து சொல்லுங்க, டேய் என்னடா இந்த படம் இது இவ்வளவு காமெடியில நீங்க ஏன்டா இவ்வளவு சிரிக்கிறீங்கன்னு சொன்னா அது ஓகே. பட் முன்னாடி வேற ஏதோ ஒரு படத்துல போயிட்டு இந்த படத்தை பார்க்காதீங்க அப்படின்னு சொன்னீங்கன்னா அது ஒப்பீனியன் வந்து ஓகே. ஸோ வந்து இந்த படம் பார்த்தீங்கன்னா ஜாலியா இருந்துச்சு. இனிமே அதெல்லாம் நமக்கு நாங்கள் பார்க்க போறது இல்லை. அதான் சொன்னேன், எங்களுக்கு வந்து நான் வந்து சீரியஸ் கான்வர்சேஷன்ல இருந்தோம் நேற்று. நாங்க ஐயோ என்னடா ஆவரேஜ் மூவின்ட்டு பிலோ ஆவரேஜ் வேண்டாமா அப்படின்னு ஒரே வார்த்தை தான். இதே மாதிரிதான் ஒரு படத்துக்கு சொன்னாங்க, நிறைய படத்துக்கு சொன்னாங்க. நான் ஒரே ஒரு படம் மட்டும் கன்றாவே இருந்தது. ஸோ தட்டி விடு இதெல்லாம் இக்னோர் பண்ணிடுவோம், நம்ம படம் பார்க்கலாம். ஆனா பெஸ்ட், ஆனா பார்த்ததுல பெஸ்ட். ஜாலியா இருந்துச்சு. இதோட இதுக்கு ஜாலியா இருந்துச்சு அவ்வளவுதான். ஓணம் போய் பிளாஸ்டா கொண்டாடுங்க. ஹாப்பி ஓணம். சேஃபா இருங்க. அந்த இது சதையாவா சாப்பாடு சத்யாவா வந்து சத்யா சாப்பிட்டு நல்லா ரெஸ்ட் எடுங்க. அந்த இது ஸ்வீட் பாயசம் சாப்பிட்டு நல்லா ரெஸ்ட் எடுத்துட்டு ஸோ என்ஜாய் பண்ணுங்க. ஹாப்பி ஓணம். ஸோ நம்ம இன்னொரு வீடியோல நல்ல மூவி வந்து ஃபன்னா ஒரு மூவி பார்ப்போம். அண்டர் சரி பரத் சைனிங் ஆஃப். ஓணம் அசம்சகல்.